എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ സൗജന്യ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 5ാം ഘട്ടവും സൗജന്യ ചർമ്മ മുഴ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. മഴയും തുടർന്നുണ്ടായ സംഭവങ്ങളും കാരണം കൊണ്ടാണ് മാറിയത്. കുളമ്പ് രോഗം നിയന്ത്രിക്കുന്നതിനും അത് എടുത്തു കളയുന്നതിനും നമ്മുടെ രാജ്യത്ത് അത്തരമൊരു രോഗം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ക്യാമ്പയിനായി ഈ പ്രവർത്തനം നടത്തി വരുന്നത്. അതിൻ്റെ ജില്ലാതലത്തിലുള്ള ഒരു ഉദ്ഘാടനമാണ് നമ്മളിന്ന് ഇവിടെ നിർവഹിക്കുന്നത്. വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് നമ്മുടെ ക്ഷീരസമ്പത്ത് നിലനിർത്താൻ, ഉരുക്കളെ സംരക്ഷിക്കാൻ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടുപടിക്കിലേക്ക് ഡോക്ടറുടെ സേവനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഓരോ ബ്ലോക്കിലും അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അത്തരം പ്രവർത്തനങ്ങൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ സജീവമായി നടന്നു വരുന്നുണ്ട്. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ തീറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ മായം ചേർക്കുന്നത് ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു നിയമം തന്നെ നമുക്കറിയാലോ. കാലിത്തീറ്റയ്ക്കകത്ത് എന്തെങ്കിലും മായമുണ്ട് എന്നുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ നേരത്തെ നിയമം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാക്കാനും പറ്റുന്നു. ഒരു ബില്ല് തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഇതിന്റെ മുൻപിലത്തെ നിയമസഭാ സമ്മേളനം അംഗീകരിക്കുകയുണ്ടായി. വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷിബു MV, ഡോക്ടർ VM ഹരിദാസ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, OR വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ, MR അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ഷിബു KV, അമ്പലപുരം ക്ഷീരസംഘം പ്രസിഡന്റ് ഗംഗാധരൻ P, കുമ്പളങ്ങാട് ക്ഷീരസംഘം പ്രസിഡന്റ് ഫ്രാൻസിസ് MK, മണ്ടത്തിക്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് EC വിൽസൺ, മാരാത്തുകുന്ന് ക്ഷീരസംഘം പ്രസിഡന്റ് വാവച്ചൻ ജോസഫ്, പാർലിക്കാട് ക്ഷീരസംഘം പ്രസിഡന്റ് സജീവ് PP, പുത്തുരുത്തി ക്ഷീരസംഘം പ്രസിഡന്റ് രാധാകൃഷ്ണൻ NR തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം